കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ പി രവീന്ദ്രൻ സേവാഭാരതി വേദിയിൽ മലപ്പുറം സേവാഭാരതി ജില്ലാ പ്രതിനിധി സമ്മേളനം പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾക്കും വിസിയുടെ പ്രശംസ. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, വലിയ തരത്തിൽ കേരള യൂണിവേഴ്സിറ്റി വിസിക്കെതിരെ ഇത്തരത്തിൽ ഉള്ള ആരോപണങ്ങളൊക്കെ ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോഴിക്കോട് കാലിക്കറ്റ് സർവകലാശാല വിസിയും സേവാഭാരതിയുടെ വേദിയിൽ എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹം അവിടേക്ക് എത്തിയിരിക്കുന്നത്? സ്വാതി, ഇന്ന് നടന്ന സേവാഭാരതിയുടെ മലപ്പുറം ജില്ലാ വാർഷിക പൊതുയോഗം, അതിന്റെ പ്രതിനിധി സമ്മേളനം രാവിലെ ആയിരുന്നു. ആ പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനമാണ് വൈസ് ചാൻസലർ പി രവീന്ദ്രൻ നിർവഹിച്ചത്. എന്തായാലും ഈ സർവകലാശാലകൾ RSS വൽക്കരിക്കുന്നു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നു. അതിനിടയിലാണ് ഇത്തരം വൈസ് ചാൻസലർ ഈ സംഘപരിവാർ ബന്ധമുള്ള സ്ഥാപനങ്ങൾ, സംഘടനകൾ ഇവരുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നതും ഏറെ വിവാദവുമായിരുന്നു. അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ പി രവീന്ദ്രനും അത്തരത്തിൽ സേവാഭാരതിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തത്. അതിന്ന് പരപ്പനങ്ങാടിയിലായിരുന്നു ആ പരിപാടി. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെയാണ് പി രവീന്ദ്രനെ കാലിക്കറ്റ് വൈസ് ചാൻസലറായി നിയമിക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഇന്ന് പരപ്പനങ്ങാടിയിൽ സേവാഭാരതിയുടെ ഒരു ചടങ്ങിൽ പങ്കെടുത്തോടുകൂടി അദ്ദേഹത്തിനെതിരെ കൂടുതൽ പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ കൂടുതൽ വിമർശനങ്ങൾക്കും എല്ലാം ഇടയാക്കാൻ ഇനിയും സാധ്യതയുണ്ട്.